കുറെ കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണിത്. ഇത് പറയാതിരിക്കാൻ പറ്റൂല. ചില പള്ളിയിലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റൂല, ക്യാമറ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ പള്ളിയിലും ഒരേപോലെയാണ് നിൽക്കാൻ നടക്കണം, നിസ്കാരം നടക്കണം, ഒക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ ചില പള്ളിയിൽ മാത്രമേ ക്യാമറ കയറ്റാൻ പറ്റാത്തൊരു അവസ്ഥ ഉള്ളൂ. ഇത് ഈ മതത്തിന്റെ പ്രശ്നമാണോ അതോ പള്ളി കമ്മിറ്റിയുടെ പ്രശ്നമാണോ എന്താ ഒന്നും അറിയില്ല. ചില പള്ളിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നിങ്ങൾ ഫോട്ടോ എടുത്തോളും, ഒരു പ്രശ്നമില്ല, അലമ്പുണ്ടാക്കരുത്, ഫ്ലാഷ് അടിക്കരുത്, ഇങ്ങനെയൊക്കെ പറയലുണ്ട്. അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കലുണ്ട്, നമ്മൾ ഫോട്ടോ എടുക്കലുണ്ട്. എന്നാൽ ചില പള്ളിയിൽ നമുക്ക് ക്യാമറ കാണുമ്പോൾ തന്നെ നിങ്ങൾ പുറത്തു നിന്നാൽ മതി, നിങ്ങൾ അകത്ത് കയറരുത് എന്നൊക്കെ പറയും. റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കണില്ല എന്നുണ്ടെങ്കിലും അവിടെ മൊബൈലിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മളോട് തന്നെ പറയും ക്യാമറ നിങ്ങൾ പുറത്ത് വെച്ചോളിയും, അല്ലെങ്കിൽ ക്യാമറ നിങ്ങൾ ബാഗിൽ എടുത്ത് വെച്ചോളിയും, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോണിൽ നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഫോണിൽ എടുക്കണത് എന്താ ഫോട്ടോ അല്ലേ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ക്യാമറയിൽ എടുക്കണം, ഫോണിൽ എടുക്കണം, ഒക്കെ ഫോട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാലം കുറേ മാറിയിരിക്കുന്നത്, നമ്മൾ ക്യാമറയിൽ കുറേ അപ്ഡേഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ സൗണ്ട് ഇല്ലാതെ നമുക്ക് ക്യാമറയിലും ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് വെറുതെ സൗണ്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സൈലന്റ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഫ്ലാഷ് യൂസ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഫ്ലാഷ് യൂസ് ചെയ്യാതെ നമുക്ക് ഉള്ള ലൈറ്റിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അതേപോലെ തന്നെ സൗണ്ടും ഒച്ചപ്പാടൊന്നും ഇല്ലാതെ നോർമലായിട്ട് നമുക്ക് ഫോണിൽ എടുക്കണം എങ്ങനെയാണോ അതേപോലെ നമുക്ക് ക്യാമറയിൽ എടുക്കാനുള്ള ഫീച്ചർ ഉണ്ട്. ഇതൊന്നും അറിയാതെ ഉസ്താദ്മാരും പള്ളി കമ്മിറ്റിക്കാരും ഇതിങ്ങനെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ദേഷ്യമില്ല, ഒരു വിരോധമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമറയിലും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുക, മൊബൈലിലും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രണ്ടും ഒഴിവാക്കുക. ഒരു ഫോട്ടോ എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുക.